നമസ്കാരം. കരിങ്ങനം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഇതുപോലെ 100 കണക്കിന് ലൈറ്റുകളാണ് നമ്മുടെ കേരളത്തിൽ ഉടനീളം നോക്കുവാണെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റുകൾ തന്നെ തെളിഞ്ഞ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് പട്ടാപ്പകൽ ഉച്ച സമയത്ത് ഞാൻ നിരവധി സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പം ഇതുപോലെ തെളിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ തെളിഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് അതിനെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ചെറിയൊരു കുഞ്ഞൻ ഡിവൈസ് ഇത് കണ്ടോ, ഒരു ചെറിയ സാധനം ഞാൻ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഡിവൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റുകളും കേരളത്തിൽ ഒരിടത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തിരഞ്ഞെടുക്കില്ല. മാത്രമല്ല നമ്മുടെ വീടിൻ്റെ ആണെങ്കിലും പുറമേ ഉള്ള ലൈറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ലൈറ്റുകളോ ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് അണയ്ക്കാനായിട്ട് ഒരുപാട് നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയ ഡിവൈസ് വലിയ പൈസ ഒന്നും ആവില്ലാത്ത ഒരു ചെറിയ ഡിവൈസാണ്. ഇതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഡിവൈസ്. ഇതിനകത്ത് മെയിനായിട്ട് ഒരു നല്ല പവർഫുൾ ആയിട്ടുള്ള റിലേയും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബോർഡും ഈ രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ റിലേ ഇത് നമ്മളൊരു 5 കിലോ വാട്ട് വരെ കൊടുക്കാവുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള റിലേ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ AC സപ്ലൈ ഇതേ കൂടെ നമ്മൾ കൊടുത്തിട്ടിരിക്കുകയാണ്. അതായത് റിലേ ഓൺ ആക്കിയാൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് നമുക്ക് 5 കിലോ വാട്ട് വരെ ഔട്ട്പുട്ട് 230 വോൾട്ട് AC നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ ആ കേബിൾ ഉണ്ടല്ലോ, നമുക്ക് മെയിനായിട്ട് പോരുന്ന കേബിൾ, ആ കേബിൾ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ലൈറ്റുകളും 10, 100, 200 എത്ര ലൈറ്റുകൾ നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് എല്ലാ പോസ്റ്റിലും അത് തെളിയും. അപ്പോൾ ഇതുകൊണ്ട് ഇത് ചാലുവാക്കിയിട്ടിരിക്കാം, 220 വോൾട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ ഈ റിലേ വർക്കിങ്ങിൽ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ അടുത്ത് ഇതിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള ബോർഡാണ്. പിന്നെ അത് നമുക്ക് മെയിനായിട്ട് വരുന്ന ഇത് കണ്ട് ഇവിടെ ഒരു ചെറിയ ഡിവൈസ് ഉണ്ട്. ഇതിനെ LDR എന്ന് പറയും. കാണിച്ചു തരാം. ഇതുണ്ട് ഈ ഒരു ചെറിയ സംഭവം, ഇതാണ് LDR എന്ന്. അതായത് ലൈറ്റ് ഇതിലേക്ക് അടിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് മാറുന്ന ഒരു കമ്പോണൻസാണിത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം LDRകളെ പറ്റി നിങ്ങൾ സാറിന് ഇതിൽ കേട്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ ആ LDR ആണ് ഇതിനകത്ത് വെച്ചിരിക്കുന്ന മെയിൻ കമ്പോണൻറ്റ്. പിന്നെ 2 ലൈറ്റുകൾ LED ബൾബുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഗ്രീൻ ലൈറ്റാണ്, അത് നമ്മളിത് ഈ ബോർഡ് ചാലുവാണോ എന്നുള്ളത് ഓണാക്കും. പിന്നെ നമ്മൾ ഓണാക്കി കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇത് ഓണാക്കി കിടക്കുവാണെങ്കിൽ ഇത് നമ്മൾ റെഡി ആണോ എന്ന്, അതായത് ഇത് എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഗ്രീൻ ലൈറ്റ് കത്തിക്കിടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പം ഇരുട്ടാകുവാണെങ്കിൽ, അതായത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ടാകുന്ന സമയത്ത് ഈ LDRലേക്ക് അടിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം നിങ്ങളെ. കുറഞ്ഞു പോയി കഴിയുമ്പോൾ ഇതിനകത്ത് റെഡ് ലൈറ്റ് കത്തിക്കൊണ്ട് നമുക്ക് ഈ ബോർഡിൽ നിന്ന് 12 വോൾട്ട് ഔട്ട്പുട്ട് പോകും. ഈ 12 വോൾട്ട് ഔട്ട്പുട്ടിലാണ് ഇത് നമുക്ക് ഈ റിലേ ഓൺ ആകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ 12 വോൾട്ടിലേക്കും റിലേ ഓൺ ആകുകയും റിലേ ഓൺ ആക്കി കഴിയുമ്പം റിലേയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 230 വോൾട്ട് ഇത് നമ്മളിങ്ങനെ ചാലുവായി ഔട്ട്പുട്ട് വരികയും ചെയ്യാം. അപ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തിപ്പം നമ്മളൊരു പേനയുടെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ക്യാപ്പ് ഉപയോഗിച്ച് നമ്മൾ LDR ഒന്ന് ഇരുട്ടാകുന്നതിന് പകരം നമ്മളിപ്പം വെളിച്ചമുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഇരുട്ടാക്കി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇരുട്ടാകുമ്പോൾ നോക്കിയോ, കണ്ടോ ആ റെഡ് ലൈറ്റ് കത്തി. അതിനോടൊപ്പം തന്നെ നമ്മുടെ 5 കിലോ വാട്ട് ഔട്ട്പുട്ട്. പിന്നെ നമ്മൾ ഇതിൽ 100 വാട്ടിൻ്റെ ഒരു ബൾബ് കൊടുത്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് 5 കിലോ വാട്ട് വരെ നമുക്ക് കൊടുക്കാവുന്ന റിലേ ആണിത്. അപ്പോൾ ചെറിയ കുഞ്ഞൻ റിലേ വെച്ചാൽ മതി നമുക്ക് ശരിക്കും ഇതുപോലുള്ളൊരു 100 വാട്ട് ബൾബൊക്കെ തെളിക്കുന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 കിലോ വാട്ട് റിലേ ആണ്. നിങ്ങൾക്ക് ഇതൊന്ന് കാണാൻ വേണ്ടി ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വലിപ്പം ഉണ്ടെങ്കിൽ കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ റിലേ എൻ്റെ ഇരുന്ന് വലുതായതുകൊണ്ട് ഞാൻ എടുത്തും കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഊരി നോക്കാം, അതായത് ഗ്യാപ്പ് എടുത്ത് നോക്കാം. അതായത് നമ്മൾ നേരം വെളുത്ത് നമ്മൾ പ്രകാശം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാൻ കണ്ടോണം കേട്ടോ. പ്രകാശം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആ റെഡ് കെട്ടുകൊണ്ട് നമുക്ക് സേഫായിട്ട് കറണ്ട് ചാർജ് ഒന്നും പോകാത്ത രീതിയിലേക്ക് മാറും. വീണ്ടും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഗ്യാപ്പ് ഇടുന്നു, അടയ്ക്കുന്നു, കണ്ടോ റെഡ് കളയുന്നു. ഇത് വളരെ കൃത്യമായിട്ടും പെർഫെക്റ്റ് ആയിട്ട് ഈ സാധനം വർക്കിംഗ് കേട്ടോ. ഇനി ഞാനിത് ഗ്യാപ്പ് ഇടുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ട്രിക്കോ കാര്യങ്ങളോ ഉണ്ടോ നിങ്ങൾക്ക് സംശയം വേണ്ട. നമുക്കിതിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ലൈറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്യുമ്പോൾ എടുക്കുമെന്ന് നമുക്ക് അതൊന്നുകൂടി നമുക്ക് നോക്കാം. ഇരുട്ടായി കണ്ടോ, എടുത്തു ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ തിരിച്ചെടുക്കുന്നുണ്ടോ നമുക്ക് കണ്ടോ, തിരിച്ച് കറണ്ട് പോകും. ലൈറ്റ് ഓഫ് ചെയ്താൽ വീണ്ടും ഇരുട്ടായാൽ അവതയിലേക്ക് വരും. അപ്പോൾ തന്നെ റെഡ് തെളിയും കണ്ടോ, റെഡ് തെളിഞ്ഞു. വീണ്ടും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നേരം വെളുത്താൽ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത്
ഏകദേശം ഒരു ഐഡിയ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് ഇത് വേറെ കൂടുതൽ കമ്പോണൻസുകളായിട്ട് ഇത് കണ്ടോ, ഇത് നമ്മളിതിനകത്ത് ഒരു കോമൺ PCB ഞാനിത് ചെയ്തെടുത്താണ്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ ഓഫ് ഗ്രിഡൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ചില ആളുകൾ നമ്മളോട് പറയും പുറത്തെ ഗാർഡനിലേക്കുള്ള ലൈറ്റുകളെല്ലാം ഒന്ന് അണയ്ക്കാനായിട്ടോ ഒക്കെയുള്ളൊരു സംവിധാനം വേണമെന്ന്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കും. അതിനുവേണ്ടി ഞാൻ ചെയ്തതാണിത്. അപ്പോൾ അതിന് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചിങ്ങനെ ഒരു സംഭവം കാണിച്ച് തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ ഒരു പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി മാത്രമല്ല, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഗാർഡൻ ലൈറ്റുകൾക്ക്, നമ്മുടെ വീടിന് പുറമേ തെളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ലൈറ്റുകൾ. അപ്പം ചില ആളുകളൊക്കെ നമ്മൾ പുറത്തേക്ക് അങ്ങനെ പുറത്തേക്കൊക്കെ പോയിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ വീടിൻ്റെ പുറത്തുള്ള ലൈറ്റുകളൊക്കെ അവർ തെളിച്ചിട്ട് പോയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് പകലും രാത്രിയും ഇല്ലാതെ അതെപ്പോഴും ഫുൾ ടൈം തെളിഞ്ഞ് കിടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കറണ്ട് ചാർജ് അടച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പുറത്ത് ഉള്ള ഫുൾ ലൈറ്റുകളൊക്കെ നമുക്ക് അങ്ങനെ തെളിച്ചിടുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള ഡിവൈസ് വെക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് കറണ്ട് ലാഭിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു ഉപകാരമായിരിക്കും നമ്മുടെ നാടിനോട് നമ്മൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട, കാരണം ഈ കറണ്ട് വെറുതെ പാഴായി പോവുകയാണല്ലോ, അത് നമുക്ക് ഒഴിവാക്കാനായിട്ടും ഇതുവഴി നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കറണ്ട് ചാർജ് അതൊക്കെ അടയ്ക്കുന്നത് ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മുടെ പൈസ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നത് നമ്മുടെ നാടിന് മൊത്തത്തിൽ വരുന്ന ഒരു വലിയ ഒരു സാമ്പത്തിക നഷ്ടം തന്നെയാണ് ശരിക്കും. ഈ ലൈറ്റുകൾ വെറുതെ പകൽ സമയത്ത് തെളിഞ്ഞെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമുക്ക് തന്നെയാണെങ്കിലും ഈ പകൽ സമയത്ത് ഉച്ചയ്ക്കൊക്കെ ഈ പോസ്റ്റുകളെല്ലാം ഇതിങ്ങനെ തെളിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ നമുക്കാണെങ്കിലും എന്തോ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും. കാരണം ഇതിങ്ങനെ വെറുതെ വേസ്റ്റായി പോകും. നമ്മൾ സോളാറൊക്കെ വെച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ സോളാറിൽ നിന്നുള്ള എനർജി കൊണ്ട് ഓരോ ദിവസവും ഓരോ വീടുകളൊക്കെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഈ എനർജി ഇങ്ങനെ വെറുതെ നഷ്ടപ്പെട്ട് പോകുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം. കാരണം ഇതിന് ഇത്രയും ഒരു മൂല്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ പാനലിൽ നിന്നൊക്കെയുള്ള വൈദ്യുതി നമ്മൾ ചാർജ് ചെയ്ത് അത് നമ്മൾ ഉപയോഗിക്കും. അതിനകത്ത് വളരെയധികം എഫിഷ്യൻസി ഒട്ടും നമ്മൾ അതിനകത്ത് കളയാതെ നമ്മൾ പ്രത്യേകതരം ട്രാൻസ്ഫോർമറുകളും കോപ്പറും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പം അതിൽ നമ്മൾ ഉണ്ടാക്കുന്ന ലാഭം ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി അത്രയും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇതിങ്ങനെ വെറുതെ വേസ്റ്റായി കളയുന്ന കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിവൈസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈസ് വെക്കുകയാണെങ്കിൽ ഓൾ കേരളയിൽ എത്രയോ ലൈറ്റുകളാണ് ഓരോ ദിവസവും തെളിഞ്ഞ് കിടക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈറ്റുകൾ മാത്രമല്ല, ബാക്കിയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെ പല പല ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ മൊത്തത്തിൽ ഇതുപോലെയുള്ള ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഓഫാക്കിയിടാൻ സാധിക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. കറണ്ട് നമുക്ക് പാഴാക്കാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് മാത്രമല്ല, നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഡൻ ലൈറ്റുകൾ, അതുപോലെ തന്നെ നമ്മളുടെ പുറമേ ഉള്ള ലൈറ്റുകൾ, അതുപോലെ തന്നെ ഇപ്പം പുറം രാജ്യത്തൊക്കെ പോയിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ വീടൊക്കെ അടച്ചുപൂട്ടി കിടക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ വെളിയിലുള്ള ലൈറ്റുകൾ അവർ കള്ളന്മാർ വരാതിരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് വെറുതെ തെളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിലും പകലൊന്നില്ലാതെ അത് കംപ്ലീറ്റ് സമയത്തും തെളിഞ്ഞെടുക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നമുക്ക് ഇതേപോലെ ഒരു ഡിവൈസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ പകൽ സമയത്ത് കിടത്തുകയും രാത്രിയിൽ നമുക്ക് അത് തെളിക്കുകയും ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് അവിടെ ഒരാളുള്ളതുപോലെ തന്നെ അത് കൃത്യമായിട്ടും വർക്ക് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഡിവൈസ് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ സ്പെഷ്യൽ വർക്കായിട്ട്, അതായത് നമ്മൾ പല വീടുകളിലും സോളാർ ഓഫ് ഗ്രിഡൊക്കെ ചെയ്ത് കഴിയുമ്പം അവരുടെ പല ലൈറ്റുകളും നമുക്ക് ഓഫാക്കാൻ, രാത്രി മാത്രം തെളിയുന്നത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലില്ലാ സമയത്തും പുറത്തുള്ള ലൈറ്റുകളൊക്കെ തെളിക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ സോളാർ വർക്കിൻ്റെ കൂടുതൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന കടകളിൽ ചെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടാനായിട്ട് പറ്റും. അതായത് ഇതുപോലെ LDRകൾ വെച്ചിട്ടുള്ള ചെറിയ യൂണിറ്റ് ഓഫാക്കാൻ വേണ്ടി, ലൈറ്റ് ഓഫാക്കാനുള്ള യൂണിറ്റ് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന ഷോപ്പിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് LDR വെച്ചിട്ട്, അതായത് നമുക്ക് പ്രകാശത്തിൻ്റെ ആ ഒരു സെൻസിങ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടൈമറുകൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ടൊക്കെ പറ്റും. പക്ഷേ അതിനെ കഴിഞ്ഞൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത്, അതുപോലെ തന്നെ വളരെ കൃത്യതയോടുകൂടി വർക്ക് ചെയ്യുന്നത്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ലാത്ത ഒരു പ്രോഡക്റ്റാണിത്. കാരണം വെച്ചാൽ അത് പ്രകാശം വന്നാൽ അപ്പം തന്നെ കെടുകയും ചെയ്യും, ഇരുട്ടായിക്കുന്ന അപ്പം തന്നെ അത് തെളിയുകയും ചെയ്തോളും. നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൈമർ സെറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ വേറെ കംപ്ലൈൻറ്റുകളോ സമയം മാറിപ്പോകുന്നോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇതിനകത്ത് വരത്തില്ല. ഇരുട്ടും വെളിച്ചമായിട്ടുള്ള ഒരു ബന്ധം മാത്രം അത് സെൻസ് ചെയ്യുന്ന ഒരു സെൻസറാണ് ഈ LDR എന്ന് പറയുന്നത്. അത് വെച്ചുള്ളൊരു കളി മാത്രമാണ് സംഭവം ശരിക്കും ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം കംപ്ലൈൻറ്റും കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ വെളിയിലുള്ള ലൈറ്റുകൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ പോയിട്ട് നമ്മൾ ഓൺ ആക്കി കൊടുക്കുകയും രാവിലെ ഏറ്റത് ഓഫ് ചെയ്യാനും പോകേണ്ട കാര്യമില്ല. ഇതേപോലുള്ള ഒരു സംവിധാനം അതിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകിട്ട് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഗാർഡൻ ലൈറ്റുകളും പുറത്തെ ലൈറ്റുകളും എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാം ഒരുമിച്ച് തന്നെ തെളിയും ചെയ്തോളും.
അത് നേരം വെളുക്കുമ്പോൾ തന്നെ അത് കെടുകയും ചെയ്തോളും. അതിൻ്റെ ആ ഒരു സ്വിച്ചിലേക്ക് നമ്മളൊരു സ്റ്റിക്കർ അങ്ങ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും തെളിഞ്ഞോളും. നമ്മളിപ്പോൾ വീട്ടിലില്ലാത്തൊരു ദിവസമാണ്, നമ്മൾ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിലും നമ്മൾ ലൈറ്റ് ഇടാൻ മറന്നു പോയല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കൃത്യമായിട്ടും ഇത് ഓണാക്കി സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ആ സ്വിച്ച് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓണാക്കിയിട്ടേക്കുവാണെങ്കിൽ അത് കൃത്യമായിട്ടും വീട്ടിൽ ആളുള്ളതുപോലെ തന്നെ അത് വീട്ടിലെ മുഴുവൻ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം തെളിയുകയും ചെയ്യും. ഓഫ് ഗ്രിഡൊക്കെ ചെയ്യുന്നിടത്ത് നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ സർക്യൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു ഉപയോഗമുള്ളതാണ് നമ്മളുടെ കടകൾക്കൊക്കെ, ഷോപ്പുകൾക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ നെയിം ബോർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കട തിറക്കാത്ത ദിവസങ്ങളിൽ, ഞായറാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഒക്കെ നമ്മൾ കട തിറന്നില്ല എന്ന് വരികിലും നമുക്ക് കൃത്യമായിട്ടും ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള ആ ലൈറ്റും കാര്യങ്ങളെല്ലാം കൃത്യം വൈകുന്നേരം ആകുമ്പോൾ തെളിയുകയും നേരം വെളുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പ്രകാശം വരുമ്പോഴത്തേക്കും കെടുകയും ചെയ്തോളും. നമുക്കതിന് പ്രത്യേകിച്ച് ഒരാളവിടെ ചെല്ലുകയോ ഓണാക്കി കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വളരെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഷോപ്പുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഗേറ്റുകളൊക്കെ. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഗേറ്റുകളൊക്കെ ഇരുട്ടാകുന്ന സമയമാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അടയുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെൻസർ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇരുട്ടാകുന്ന സമയം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഗേറ്റുകൾ അടഞ്ഞു കിടക്കാനായിട്ട് അത് ഉപകരിക്കും. അതുപോലെ ഇതുപോലെ നമുക്ക് 100 കണക്കിന് ഉപയോഗങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ രീതിയിലായിരിക്കും ഉപയോഗങ്ങൾ വരുന്നത്. അപ്പം നമുക്ക് രാവിലെ ഓഫാകുകയും വൈകുന്നേരം ആകുമ്പോൾ, അതായത് നൈറ്റ് സമയത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഉപകരണങ്ങളൊക്കെ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ടും നല്ല കൃത്യതയോടും വർക്ക് ചെയ്ത് നമുക്ക് വളരെ പ്രയോജനപ്രദമായിട്ട് കറണ്ട് ലാഭിക്കാനായിട്ട് പറ്റുന്നതും നമുക്ക് മറ്റ് പല രീതികളിലും നമുക്ക് അത് ഉപയോഗപ്രദമാകുന്നതായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളിത് കാണിച്ചു തന്നത്. അപ്പം നമ്മളുടെ സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ആണെങ്കിൽ ഇതിപ്പം 5 കിലോവാട്ട് വരെ, ഇപ്പം ഞാൻ ഈ കാണിച്ച ഈ ഒരു ചെറിയ ഒരു റിലേ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവമല്ലോ, ഇത് നമുക്ക് ഇതിൽ 5 കിലോവാട്ട് വരെ കൊടുക്കാം. അപ്പം സ്ട്രീറ്റ് ലൈറ്റിനൊക്കെ ആണെങ്കിൽ ഓരോ പോസ്റ്റിൻ്റെയും ചുവട്ടിൽ ഓരോന്ന് വെച്ച് വേണമെങ്കിൽ ചെറിയ ഇതിൻ്റെ യൂണിറ്റുകൾ നമുക്ക് ഉണ്ടാക്കി വേണമെങ്കിൽ പിടിപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള 5 കിലോവാട്ട് എടുക്കുന്ന വലിയ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് പോസ്റ്റുകളെ കൂടെ പോകുന്ന എല്ലാ ലൈനേലും കണക്ട് മെയിൻ കേബിൾ പോകുന്നുണ്ടാവും നമുക്ക് എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും തെളിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് ട്രാൻസ്ഫോർമറിൻ്റെ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരെണ്ണം സിംഗിൾ ഇത് കൂടി വലുത്, ഈ 5 കിലോവാട്ടിൻ്റെ ഒരെണ്ണം വലുത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലൈറ്റുകളും നമുക്ക് എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും 10, 100, 200, 500 ലൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരൊറ്റ റിലേ കൂടെ നമുക്ക് ഈസി ആയിട്ട് അത് ഫുള്ളായിട്ട് കെടുത്താനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും, തെളിക്കാനും കെടുത്താനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതുപോലത്തെ ഒരു സംഭവം ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ള ലൈറ്റുകളും ബുദ്ധിമുട്ടി കെടുത്താനോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആളെ വെക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എല്ലാ ലൈറ്റുകളും. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലും എവിടെയാണെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് വർക്ക് ചെയ്യും. കാരണം സൂര്യപ്രകാശം എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയാണല്ലോ. അപ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.